ഏതൊരാൾക്കും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിൽ അതിന് കാരണമാകുന്ന ഒരു ദിക്റിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഈ ദിക്ർ ശ്രദ്ധയോടെ കേൾക്കണം. അവസാനം വരെ ഇതെങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. തീർച്ചയാണ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടെ വിടാം. നോക്കൂ, ദിക്ർ ഇതാണ്. ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഈ ദിക്റിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എപ്പോൾ, എങ്ങനെ എന്നൊക്കെ പറയാം. ഒന്നുകൂടെ പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഈ ദിക്റിനെ നിങ്ങൾ നിത്യമായി ചൊല്ലാൻ തയ്യാറാണെങ്കിൽ അത് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും. നിങ്ങൾ സുബ്ഹിക്ക് എഴുന്നേൽക്കാറില്ലേ? സുബ്ഹിക്ക് എഴുന്നേൽക്കാറില്ലെങ്കിൽ പിന്നെ അവരോട് ഈമാൻ കിട്ടി മരിക്കണം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? അവരോട് മുഅ്മിനിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്ന് സുബ്ഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കും എന്നുള്ളതല്ലേ. ഈമാൻ കിട്ടി മരിക്കാൻ സുബ്ഹി നിസ്കാരം വളരെ പ്രധാനം തന്നെയാണ്. അപ്പൊ സുബ്ഹിക്ക് എഴുന്നേറ്റ് തഹജ്ജുദിന് എഴുന്നേൽക്കണം. തഹജ്ജുദിന് എഴുന്നേറ്റ് സുബ്ഹിയൊക്കെ നിസ്കരിച്ച് എല്ലാ ദിവസവും സുബ്ഹിന് ശേഷം 3 പ്രാവശ്യം ഈ ദുആ ചെയ്തതിനു ശേഷം നിങ്ങൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഭയഭക്തിയോടുകൂടി മനസ്സറിഞ്ഞ് 2 കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബേ, എനിക്ക് ഈമാൻ കിട്ടി മരിക്കാൻ ഈ ദുആ കാരണമാക്കണേ. മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു ദുആ സ്വീകരിക്കുന്നതോടുകൂടി ഈമാൻ കിട്ടി മരിക്കാൻ ഇത് വലിയ കാരണമാകും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.